ഞാനും ഫ്രണ്ടും എന്ത് മെഹന്തി ഇടും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. പിന്നെ അവൾ തന്നെ ഒരു ഡിസൈന് കണ്ടുപിടിച്ചിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെഹന്തി ഇടും. ഇത് അവൾക്കും ഡ്യൂട്ടി ഉണ്ട്, എനിക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി നമ്മൾ കഴിഞ്ഞ് വന്നതിന് ശേഷം പുലർച്ചെ ഉറക്കമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ മെഹന്തി ഇടാതിരിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം ഞാൻ തന്നെ എൻ്റെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്പ്പത്തലുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് എന്നിട്ട് ഞാൻ കയ്യിൽ പിടിക്കുക ചെയ്തത്, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ നെയ്പ്പത്തലും ചിക്കൻ കറിയൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങളൊന്ന് ഉറങ്ങാൻ നിന്നിട്ടുണ്ടായില്ല. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം എണീക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ നിൽക്കാതെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൈ പിടിച്ച് റൂമിൽ പിന്നെ ഫ്രഷ് ആയിക്കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോസ്കിലേക്ക് നമ്മളൊന്ന് ഈദ്ഗാഹിന് വേണ്ടിയിട്ട് വരുന്നത്. ഇത് അല്ലയിലുള്ള ഷെയ്ഖ് ഖലീഫ മോസ്കാണ് കേട്ടോ. ഇനി അവരുടെ റൂമിൽ പോയാണ്ട് എടുത്ത് വരണം, എന്നിട്ടാണ് നമ്മൾ ഈദ്ഗാഹിന് കൂടാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ റൂമിൽ പോയിട്ട് അവരെ പിക്ക് ചെയ്തു. അങ്ങനെ തിരിച്ച് പള്ളിയിൽ എത്തിയപ്പോഴേക്കും നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വലിയ പെരുന്നാൾക്ക് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ അബുദാബിയിൽ ഷെയ്ഖ് സായിദ് മോസ്കിൽ ഈദ്ഗാഹ് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ നാലാളും മാത്രമാണ് ഈദ്ഗാഹിന് പോണത്. ഞങ്ങൾ ഈദ്ഗാഹിന് എത്തുന്ന സമയത്ത് നല്ലൊരു വെതറായിരുന്നു കേട്ടോ. ചെറിയൊരു മഴക്കാറ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു പാർക്കിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിപ്പം ഇവിടെ അടുത്തുള്ള ജാഹിലി പാർക്കിൽ എത്തിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഷോപ്പിൽ പോയിട്ട് വീണ്ടും റൂമിൽ വന്ന് അത്യാവശ്യം ഒന്ന് ഉറങ്ങിയതിന് ശേഷം വീണ്ടും വൈകുന്നേരം ഷോപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിലെത്തിയപ്പം ഞാനും ഹസ്ബൻഡും മാത്രം ഉണ്ടായിരുന്നത്. സ്റ്റാഫ്സിനൊക്കെ ഒന്ന് ലീവ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഒരു അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ സംസാരിച്ചിരിക്കണം. കാര്യമായിട്ടുള്ള സെയിലും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നു. 1-2 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മളവിടെ ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് പ്ലാൻ ചെയ്തത് സെക്കൻഡ് ഡേ ആയിരുന്നു, കാരണം ഞങ്ങൾക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അവൾക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം പള്ളിയിൽ പോയി വന്നതിന് ശേഷം അവളുടെ ഡ്യൂട്ടിക്ക് പോയി, ഞങ്ങളും അങ്ങനെ ഷോപ്പിലേക്കൊക്കെ പോയിട്ട് ഇപ്പോൾ രാത്രി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയ പിറ്റേ ദിവസം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിന് ഇറങ്ങിയതായിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല മഴക്കാറും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കിങ്ങിന് നിൽക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ കുക്കിങ്ങിന് നിന്നു. അപ്പം ഇന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒരു പുഡിങ്ങും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എൻ്റെ അടുത്ത് കുറേ ക്ലിപ്സ് മിസ്സായിപ്പോയി. ആകെ കുറച്ച് ഈ ഒരു ഇത് മാത്രമേ എനിക്ക് ക്ലിപ്സ് കിട്ടിയത്. അപ്പോൾ അത് മാത്രം ഞാനിവിടെ ആഡ് ചെയ്യാണ്. പിന്നെ ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊന്ന് ഈദിനുണ്ടാക്കിയ ഫുഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അബുദാബിയാണ് പോയത്. നമ്മൾ 2 ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ അന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സർപ്രൈസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കേക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കുനാഫ് കട്ട് ചെയ്തിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ അവളെ ഹസ്ബൻഡുകൾക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ നല്ലൊരു രീതിയായിരുന്നു. ഞങ്ങൾ 4 ആളും മാത്രമുള്ളൊരു സിമ്പിൾ കുഞ്ഞി ഈദായിരുന്നു. നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു 2 ദിവസമായിരുന്നു.